കേരള ചിക്കൻ പദ്ധതിയുടെ സർക്കാർ സബ്സിഡി അടിയന്തരമായി നിർത്തലാക്കണമെന്ന് കേരള ചിക്കൻ വ്യാപാരി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേരള ചിക്കൻ വ്യാപാരി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ സമ്മേളനം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി പുനത്തിൽ ബാഷിത്ത് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയുടെ പേരിൽ വരുന്ന ആനുകൂല്യങ്ങൾ യഥാർത്ഥത്തിൽ ലഭിക്കുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കാണെന്നും ഇത് പതിനായിരക്കണക്കിന് പ്രാദേശിക വ്യാപാരികളെ വഴിയാധാരമാക്കുന്നു എന്നുമാണ് സംഘടനയുടെ ആക്ഷേപം. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്ന് കണ്ണൂരിൽ നടന്ന ജില്ലാ സമ്മേളനത്തിൽ വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകി. കേരള ചിക്കൻ ഔട്ട്ലെറ്റുകൾക്ക് സർക്കാർ നൽകുന്ന സബ്സിഡി യഥാർത്ഥ ഗുണഭോക്താക്കളായ കുടുംബശ്രീ പ്രവർത്തകർക്ക് ലഭിക്കുന്നില്ലെന്നാണ് വ്യാപാരികളുടെ പ്രധാന ആക്ഷേപം. കുടുംബശ്രീ വഴി കേരളത്തിൽ ആവശ്യത്തിന് കോഴികളെ വളർത്തൽ സാധിക്കുന്നില്ല. പകരം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കോഴികളെ എത്തിച്ചാണ് കേരള ചിക്കൻ ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നത്. ഈ ഔട്ട്ലെറ്റുകളിൽ ഭൂരിഭാഗവും കച്ചവടം ചെയ്യുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. സർക്കാർ നൽകുന്ന സബ്സിഡി തുക യഥാർത്ഥത്തിൽ ഇവർക്ക് ശമ്പളമായി നൽകാനാണ് ഉപയോഗിക്കുന്നതെന്നും വ്യാപാരികൾ ആരോപിക്കുന്നു. കുടുംബശ്രീ വളർത്തുന്ന കോഴികളെ തൊട്ടടുത്തുള്ള പരമ്പരാഗത കോഴി വ്യാപാരികൾക്ക് നൽകിയാൽ ഈ പ്രതിസന്ധിക്ക് പരിഹാരമാകും. ഇതുവഴി കുടുംബശ്രീകൾക്ക് കൃത്യമായ ലാഭവും നിലവിലുള്ള ആയിരക്കണക്കിന് ചെറുകിട വ്യാപാരികളുടെ കുടുംബങ്ങൾക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ സാധിക്കും. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകാനാണ് വ്യാപാരികളുടെ തീരുമാനം. കേരള ചിക്കൻ വ്യാപാരി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ സമ്മേളനം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി പുനത്തിൽ ബാഷിത്ത് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സംഘടന നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് 40-45 വർഷം ആയോടത്തോളം ഇത് പ്രവർത്തിച്ച് ഇത്രയും വലുതാക്കാൻ കാരണം അവർക്കുള്ള ഗുണങ്ങൾ കിട്ടിയോണ്ടാണ്. സംസ്ഥാനത്തിന്റെ നേതാക്കന്മാരായിട്ടുള്ള മുൻകാലത്തെ വ്യാപാരികൾ ജോർജും പൂക്കുഞ്ഞിക്കായും നമുക്കെല്ലാം പ്രിയങ്കരനായിട്ടുള്ള ടി നസൂദ് സാഹിബിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ വ്യാപാരി സമൂഹം തുടങ്ങിയിരിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. ഇന്ന് ചിക്കൻ വ്യാപാരി സമൂഹം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഏതെല്ലാം വിധത്തിൽ സഹായങ്ങൾ എത്തുന്നു എന്ന് ആദ്യം ചിന്തിക്കണം. ഇന്ന് നിങ്ങൾക്ക് സുഖമായി ഇരുന്ന് കച്ചവടം ചെയ്യാൻ ഒരു സംഘടന, ചിക്കൻ വ്യാപാരി സംഘടന വന്നെന്ന് പറഞ്ഞപ്പോൾ രാഷ്ട്രീയക്കാരും വിവിധ സംഘടനകളും ഉദ്യോഗസ്ഥന്മാരും നിങ്ങൾക്കൊരു പേരിലായി വരാൻ തുടങ്ങിയിരിക്കാൻ നിങ്ങൾ തെരഞ്ഞെടുത്ത നേതാക്കന്മാരുടെ ഓരോ വാക്കുകളും അവർക്ക് മനസ്സിലാക്കത്തക്ക വിധത്തിൽ അറിയിച്ചുകൊണ്ട് എന്ത് ചെയ്യണം ഈ ചിക്കൻ വ്യാപാരികളെ അവർക്ക് മനസ്സിലാക്കുന്നത്. നേരത്തെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ പോലെ യൂണിറ്റിന്റെ ഭാഗമായി പറഞ്ഞ പോലെ സലീം സാഹിബ് പറഞ്ഞ പോലെ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ ഷുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി. ടി തിലകൻ, അസ്ലം വാരം, മുഹമ്മദ് പിണറായി, NK സലാം, ഷാഫി മുണ്ടേരി എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിൽ പുതിയ ജില്ലാ ഭാരവാഹികളായി KV സലീം പ്രസിഡന്റ്, യാസർ ജനറൽ സെക്രട്ടറി, KV ഷാഹുൽ ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റുമാരായി സമീർ K, മുഹമ്മദ് മയിൽ, സലാം NKS എന്നിവരെയും സെക്രട്ടറിമാരായി നാസർ മയിൽ, നസീർ എന്നിവരെയും തിരഞ്ഞെടുത്തു.